അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചായ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 250 ml 2 കപ്പാണ്. അപ്പോൾ 1/2 ലിറ്റർ പാലുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പാലിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഈക്വലായിട്ട് എടുത്തിട്ടാണ് ഞാൻ ചായ ഉണ്ടാക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കുന്നത് അതുപോലെ ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 പിഞ്ച് 2 വിരലുകൊണ്ട് നമ്മൾ നുള്ളിയെടുക്കുന്ന അത്രയും ഉള്ള 2 നുള്ള്, അതല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി, അതിൽ കൂടുതൽ ചേർക്കാൻ പാടില്ല. 1/4 ടീസ്പൂണിൻ്റെ പകുതി ബിരിയാണിയിലേക്ക് നമ്മൾ പൊടിച്ച് വെക്കുന്ന ഗരം മസാല അത് ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല അല്ലെങ്കിൽ സാധാരണ ഗരം മസാല അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി ഇതിനൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. നമ്മൾ ചേർത്തിട്ടുള്ളതൊന്ന് നന്നായി ഒന്ന് അതിനകത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ ആ ഫ്ലേവർ അതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ഏകദേശം തിളയ്ക്കാനായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. എൻ്റെ ഉമ്മാക്ക് ഇവിടെ ഷുഗർ ഉള്ളതുകൊണ്ട് സാധാരണ മധുരം ഇല്ലാത്ത ചായയാണ് ഞങ്ങൾ ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 4 ടേബിൾ സ്പൂൺ ചേർത്തത്. ഇതൊരു മീഡിയം സൈസ് മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല മധുരം വേണ്ടവരാണെങ്കിൽ 5 or 6 ടേബിൾ സ്പൂൺ ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 5 ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയം നമുക്ക് ഇതേ തീ ഓഫ് ചെയ്യാതെ ഒരു 5 മിനിറ്റ് സമയം ഇതൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ആ ചായപ്പൊടി ഒന്ന് ശരിക്കും ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ചായപ്പൊടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ചായക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് എക്സ്ട്രാ തിളപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞത്. അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ 5 മിനിറ്റ് ഞാൻ തിളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മളെ ബിരിയാണി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു അരിപ്പയിലൂടെ അരിച്ചതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി കുടിക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. ബിരിയാണി ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിരിയാണി ചായ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.